മാങ്ങ ഇങ്ങനെയാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കടുക് ചതച്ചത്, കുറച്ച് ഉലുവാപ്പൊടി, ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കായവും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഞാനിട്ട് ഇത് രണ്ടും കൂടെ ഞാനിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. മുളക് പൊടിയും കായവും എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഞാൻ ഇതിലോട്ടൊന്ന് എടുത്ത് ഇടുവാനായിട്ട് പോവുകയാണ്. ഒന്നിടട്ടെ. നമ്മൾ കട്ട് ചെയ്തിരുന്ന മാങ്ങ ഇതിലോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം മാങ്ങ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയെ ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ ചീത്തയായി പോകും. ഞാനൊരു പകുതിയല്ല 3/4 ഭാഗത്തോളം നല്ലെണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അടിപൊളി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കട്ടെ. ഞാനിത് അച്ചാർ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി കട്ടുമാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്.